അടിമാലിയിൽ ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ കെട്ടിയിട്ട് അപഹരിച്ച തുക വീട്ടമ്മയ്ക്ക് തിരികെ നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റിയാണ് നഷ്ടപ്പെട്ട തുകയും ചികിത്സാ സഹായവും കൈമാറിയത്. പ്രതിയെ പിടികൂടാൻ പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്യാൻസർ രോഗബാധിതയായ ഉഷ സന്തോഷിനെ അടിമാലിയിലെ വീട്ടിൽ കെട്ടിയിട്ടതിനു ശേഷം മോഷ്ടാവ് പേഴ്സിൽ നിന്ന് പണം കവർന്നത്. കീമോതെറാപ്പി ചികിത്സയ്ക്ക് ശേഷം അടിമാലിയിലെ വാടക വീട്ടിൽ അവശനിലയിൽ വിശ്രമിക്കുകയായിരുന്നു ഉഷ. ഇതിനിടയിലാണ് മോഷ്ടാവെത്തി പണം കവർന്നത്. ഇതോടെ ചികിത്സയ്ക്ക് കരുതിയിരുന്ന തുക നഷ്ടപ്പെട്ട സങ്കടത്തിലായിരുന്നു ഈ വീട്ടമ്മ. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി വിദേശത്തുള്ള സഹപ്രവർത്തകർ വഴി നഷ്ടപ്പെട്ട തുക അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടെത്തി രോഗിക്ക് ആവശ്യമായ ചികിത്സാ സഹായം നൽകുകയും ചെയ്തു. ക്യാൻസർ രോഗിയായിരുന്ന ഒരു സ്ത്രീയെ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ കയറ്റി ഇവിടെ ആ സ്ത്രീയുടെ പക്കലുണ്ടായിരുന്ന പണം മോഷ്ടിക്കുകയുണ്ടായി. ആ പ്രതിയെ ഇതുവരെ കണ്ടുപിടിക്കാനോ ഒന്നും നമ്മുടെ അടിമാലിയിലെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അടിമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ ചേച്ചിക്ക് ആവശ്യമായ ചികിത്സയ്ക്കുള്ള 1 മാസത്തേക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ തുക യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇന്ന് ഇവിടെ എത്തി ഈ ചേച്ചിയെ സന്ദർശിച്ച് ഈ ചേച്ചിയെ കൈമാറുകയുണ്ടായി. ഈ വാർത്ത വന്ന് നിമിഷങ്ങൾക്കകം തന്നെ വിദേശത്തുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസ് പഴയ സഹപ്രവർത്തകൻ നമ്മൾ വിളിക്കുകയും ആ ചേച്ചിയുടെ പക്കൽ നിന്നും അപഹരിച്ചുകൊണ്ടുപോയ 16,000 രൂപ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്ന് നിരവധി സാമൂഹ്യ പ്രവർത്തകർ ബന്ധപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം നമ്മൾ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ചേച്ചിയുടെ നഷ്ടപ്പെട്ട തുക മുഴുവൻ ചികിത്സയ്ക്കാവശ്യമായ തുക മൊത്തം എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതോടൊപ്പം ഈ മേഖലയിൽ വ്യാപകമായി ഇത്തരത്തിലൊരു ആൾ വന്നു പോകുന്നുണ്ടെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അടിമാലി പോലീസിൽ പരാതി നൽകിയിട്ടും തുടർന്ന് പെട്രോളിംഗ് നടപടിയോ മറ്റതിന് അന്വേഷണമോ നടത്താതെ ഈ ഒരു മോഷണം സംഭവിക്കാൻ ഏറ്റവും ഉത്തരവാദി അടിമാലി പോലീസാണ്. അതുകൊണ്ട് അടിയന്തരമായി CCTV കേന്ദ്രീകരിച്ച് അതോടൊപ്പം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അഭ്യുദയകാംക്ഷികളും ഉഷയ്ക്ക് ചികിത്സാ സഹായവുമായി രംഗത്തെത്തുന്നുണ്ട്. അതേസമയം അടിമാലി പോലീസ് വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. പ്രതിയെ ഉടനടി പിടികൂടിയില്ലെങ്കിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ, DCC മെമ്പർ വിനൂസ് കറിയ, KSU ജില്ലാ സെക്രട്ടറി അലൻ സണ്ണി, ബേസിൽ എന്നിവരാണ് തുക കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.